എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസ് നമ്മൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്, കുരുമുളകിൻ്റെ പൊടി. ഇത് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു നുള്ള അജിനോമോട്ട വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സോസുകൾ, ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹോട്ടായിട്ടുള്ള ചില്ലി സോസിന് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സോയാ സോസ് വേണം. ഞാനിവിടെ ലൈറ്റായിട്ടുള്ള സോയാ സോസിന് എടുത്തേക്കുന്നത്. അത് നമ്മൾ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സോയാ സോസും കിട്ടും, ലൈറ്റായിട്ടുള്ള സോയാ സോസും കിട്ടും. പിന്നെ വിനീഗർ വേണം, ഒരു നുള്ളു പഞ്ചസാര വേണം. പിന്നെ നമുക്ക് കോൺഫ്ലവർ വേണം, മൈദപ്പൊടി വേണം. പിന്നെ നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്, ഓണിയൻ സ്പ്രിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ്റെ നല്ല പീസുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിൻ്റെ ബോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കടയിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവറും മൈദപ്പൊടിയും സോയാ സോസും കുരുമുളകിൻ്റെ പൊടിയും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം ചിക്കൻ നമുക്ക് ഏറ്റവും ആദ്യം നന്നായിട്ട് വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് മസാലയൊക്കെ പറ്റിയിട്ട് ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ചിക്കൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി വേണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. സോയാ സോസ് ചേർക്കാം. സോയാ സോസ് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. സോയാ സോസൊക്കെ നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് നമ്മളൊരു സോസ് ഉണ്ടാക്കും. ആ സോസ് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ സോയാ സോസ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. മുട്ട ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. അത് കോൺഫ്ലവറിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി മൈദപ്പൊടി. കോൺഫ്ലവർ എന്തോരം ചേർക്കാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ചിക്കന് നല്ലൊരു തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടണം. അതാണ് കോൺഫ്ലവറിൻ്റെ കണക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ആ കോട്ടിങ് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമതും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ കുറച്ച് വെള്ളം പോലെ ഇരിക്കണേ. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കോൺഫ്ലവറും മൈദപ്പൊടിയും ചേർക്കാം. ഈ ചിക്കൻ്റെ കോട്ടിങ് ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള അജിനോമോട്ട ചേർക്കാം. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ എടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ ബോണൊക്കെ ഇടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വെള്ളം ചേർക്കാം. അത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെള്ളം മാത്രം ഊറ്റിയിടുക. അല്ലെങ്കിൽ നമുക്ക് സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ പാത്രത്തിൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കാം. പൊടി വെച്ചിട്ട് ഈ ചിക്കൻ്റെ ബോണ് നമുക്ക് നന്നായിട്ട് വേവിക്കാം. ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കനിൽ നമ്മൾ ഒഴിച്ചേക്കണ വെള്ളം പകുതിയായിട്ട് വറ്റണം. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചേക്കണ വെള്ളം പകുതിയായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കും. അത് ആ കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് കോൺഫ്ലവർ ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഭയങ്കര തിക്കായി പോകും. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നല്ല വെള്ളം പോലെ ഇരിക്കണം. കോൺഫ്ലവർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ കോൺഫ്ലവർ നന്നായിട്ട് തിക്കായി പോകും. അപ്പോൾ കുറച്ച് വെള്ളം പോലെ വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്തേക്കണ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ചിക്കൻ നമ്മൾ വറുത്തെടുത്ത സെയിം ഓയിലിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പുതിയ ഓയിലിൽ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ആ ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കണം. ഈ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സവോളയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കണം ഉണക്കമുളക് ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർക്കാം. ആ സോസുകൾ ചേർക്കുമ്പോൾ സോയാ സോസാണ് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത്. സോയാ സോസ് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ ചില്ലി സോസ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ടൊമാറ്റോ സോസ് വളരെ കുറച്ച് ചേർത്താൽ മതി, 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർക്കാം. നമുക്ക് ഏറ്റവും തന്നെ ടൊമാറ്റോ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ചില്ലി സോസ് ചേർക്കാം. ചില്ലി സോസ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർക്കാം. സോയാ സോസ് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ചേർക്കാം. സോയാ സോസാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസ് ചേർക്കുന്നത്. നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. കുറച്ച് വിനീഗർ ചേർക്കാം. വിനീഗർ കുറച്ച് ചേർത്താൽ മതി. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ സോസ് നന്നായിട്ട് തിളയ്ക്കാം. ഈ സോസ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചേക്കണം കോൺഫ്ലവർ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ കലക്കി വെച്ചേക്കണം കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് പഞ്ചസാര ചേർക്കാം. 1 നുള്ള് അജിനോമോട്ട ചേർക്കാം. ഈ കോൺഫ്ലവർ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വേണം ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ മഞ്ചൂരിയൻ കുറച്ച് വെള്ളം പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സോസുകളിൽ എല്ലാത്തിനും ചെറുതായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളം പോലെ ഇരുന്നാലും ഇത് ചൂടാറി കഴിയുമ്പോൾ പെട്ടെന്ന് തിക്കായി പോകും. അപ്പോൾ അതനുസരിച്ച് ഇതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ഓണിയൻ സ്പ്രിങ്ങും മല്ലിയിലയും ചേർക്കാം. മല്ലിയില ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ നമുക്ക് കുറവ് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാലും ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് തിക്കാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടുതൽ നേരം ഇട്ടിട്ട് ചൂടാക്കണ്ട.